എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഞ്ജുവാണ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ്. ഇതെൻ്റെ അച്ഛൻ്റെ സ്പെഷ്യലാണ് കേട്ടോ. അച്ഛൻ്റെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുകയെന്ന് നമുക്ക് കാണാം. ഇതിനാവശ്യമായിട്ടുള്ളത് ഒരു 6 പഴുത്ത മുളകാണ്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് പെരിഞ്ചീരകം, ഒരു 5-6 അല്ലി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില. ഇത്രയും നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതാ ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു 750 ഗ്രാം ചിക്കനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ചെറിയ കഷ്ണങ്ങളാക്കി ചിക്കനാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ മസാലക്കൂട്ടിലേക്ക് ഒരു ടീസ്പൂൺ അരിപ്പൊടി, 1 ടീസ്പൂൺ മൈദ, 1 ടീസ്പൂൺ കോൺഫ്ലവറും കൂടെ മിക്സ് ചെയ്തൊരു പൗഡറാണിത്. ഇത് നമുക്കൊരു 2.5 സ്പൂണ് ഇട്ട് കൊടുക്കാം. ഇനി കാശ്മീരി മുളക് പൊടി ഒരു 2 ടീസ്പൂണ് നമുക്ക് ഇതിലേക്കിടാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. ആവശ്യത്തിന് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തു. ഇനി നമ്മളിവിടെ അരച്ചു വെച്ചിരിക്കുന്ന ഒരു പേസ്റ്റില്ലേ, അതിൻ്റെ പകുതി നമുക്ക് ഈ മസാലക്കൂട്ടിലേക്ക് ചേർക്കാം. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് ചിക്കനും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കാണ്. ഇനി നമുക്ക് ഒരു 1/2 കഷ്ണം ചെറുനാരങ്ങ നീര് ഇതിലേക്ക് പിഴിഞ്ഞ് ചേർക്കാം. ഇനി ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് കുറച്ച് നേരം അടച്ചു വയ്ക്കാം. അതവിടെ കുറച്ച് നേരം മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് 2 തക്കാളി, 2 സവാള, രണ്ടും നന്നായിട്ട് തൊലി കളഞ്ഞിട്ട് നല്ല ചെറുതാക്കി അരിഞ്ഞെടുക്കാം. തക്കാളിയും തൊലി കളഞ്ഞിട്ട് അരിഞ്ഞതാണ് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല നേരത്തെ മിക്സ് ചെയ്തിട്ടുള്ള അതും. ഇനി നമുക്ക് പാൻ ചൂടാക്കിയിട്ട് ചിക്കൻ വറുത്തെടുക്കാം. ഓരോ ഭാഗം തിരിച്ച് മറച്ചിട്ടിട്ട് ഇവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. രണ്ട് സൈഡും നന്നായി വേവിച്ചെടുക്കുന്നുണ്ട്. ആദ്യത്തേത് രണ്ടാമത്തതും ഇട്ടു. അത് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ചിക്കൻ 2 സൈഡും വേവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഏകദേശം നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് വറുത്ത് കോരാം. ഇനി ആ ഒരു എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഈ ഗ്രേവി ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമ്മൾ വേറൊരു പാത്രം അടുപ്പിൽ വെച്ചു. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും തക്കാളിയും ഒക്കെ ഇട്ടിട്ട് വഴച്ചെടുക്കുകയാണ്. ആദ്യം സവാള ഇട്ടു, നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു പേസ്റ്റ് ഇതിലേക്ക് ചേർത്തു. കറിവേപ്പില ഇട്ടു.
ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടുമ്പം നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തൊലി കളഞ്ഞിട്ടുള്ള 2 തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി തക്കാളി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. വേവാൻ വേണ്ടിയിട്ടാണ്. അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് നമ്മൾ കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഗ്രേവി ഒന്നുകൂടെ തിക്കാക്കി എടുക്കാം. തക്കാളി നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ട്, ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്താൽ തക്കാളി പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും. ഇനി നമുക്കിതിലേക്ക് ബാക്കി അര കഷ്ണം ഉണ്ടായിരുന്ന ചെറുനാരങ്ങയുടെ നീര് കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഗ്രേവി ഇങ്ങനെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മസാലയായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നന്നായിട്ട് ഈ മസാലയൊക്കെ ഇതിലൊന്ന് പിടിച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം നന്നാക്കി ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ അച്ഛൻ സ്പെഷ്യൽ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് മുകളിലേക്ക് അച്ഛൻ കുറച്ച് മല്ലിച്ചപ്പ് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ അച്ഛൻ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. കാണുമ്പോൾ തന്നെ കൊതിയാവും, അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലത്തുള്ള റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അങ്ങനെ വീണ്ടും ഇതുപോലുള്ള വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും ബൈ.